കേരള സർവകലാശാലയിലെ VC രജിസ്ട്രാർ പോര് മുറുകുകയാണ്. രജിസ്ട്രാർ തീർപ്പാക്കുന്ന ഫയലുകൾ മാറ്റിവെക്കാനാണ് VCയുടെ നിർദ്ദേശം. താൽക്കാലിക രജിസ്ട്രാറായി നിയമിച്ച മിനി കാപ്പന് ID നൽകുന്നതിനെ ജീവനക്കാരുടെ സംഘടനാ നേതാക്കൾ വിലക്കിയെന്നും ആരോപണം ഉയരുന്നുണ്ട്. VCയുടെ നിർദ്ദേശം മറികടന്ന് രജിസ്ട്രാറെ സർവകലാശാല ആസ്ഥാനത്ത് കയറ്റിയ സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെ നടപടിക്ക് സാധ്യത. അതേസമയം കേരള സർവകലാശാലയിലെ സസ്പെൻഷൻ വിവാദത്തിൽ കോടതിയെ സമീപിക്കാൻ BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നീക്കം. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഹാൻസ്, കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി അത് മൂക്കുകയാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉടലെടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? തീർച്ചയായും ലക്ഷ്മി, ഈ സസ്പെൻഷൻ വിവാദവുമായി ബന്ധപ്പെട്ട ആര് ആദ്യം കോടതിയിൽ സമീപിക്കും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഉത്തരം ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആദ്യം തന്നെ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസവും ഇന്നും നിയമോപദേശം തേടിയതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനോടൊപ്പം തന്നെ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകിട്ടോടെ കോടതിയെ സമീപിക്കാനാണ് BJP സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നീക്കം. കേരള സർവകലാശാല BJP സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ടുള്ള PS ഗോപകുമാറും ഡോക്ടർ വിനോദ് കുമാറുമാണ് ഇത്തരത്തിൽ കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നത്. രജിസ്ട്രാറുടെ ചട്ടവിരുദ്ധമായ നടപടികൾക്കെതിരെയും അതിനോടൊപ്പം തന്നെ സർവകലാശാലയിൽ ഉണ്ടായിരിക്കുന്ന ഗുരുതരമായ സുരക്ഷാ വീഴ്ചയ്ക്കെതിരെയുമാണ് അവർ കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നത്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വൈസ് ചാൻസലർക്കും അതിനോടൊപ്പം തന്നെ കന്റോൺമെന്റ് CAയ്ക്കും BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് വിലക്ക് ലംഘിച്ച് രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്ത് പ്രവേശിച്ചു. അതിനോടൊപ്പം തന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓഫീസ് പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത് ചട്ടവിരുദ്ധമാണ്. സർവകലാശാലയുടെയും അതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെയും രേഖകൾ നശിപ്പിക്കാനോ അവ കടത്തിക്കൊണ്ടുപോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഈ ലംഘനം നടത്തുന്നതിൻ്റെ ഭാഗമായി വലിയ സുരക്ഷാ വീഴ്ച സർവകലാശാലയിലുണ്ടായി. ഇതിൻ്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥർക്കും സെക്യൂരിറ്റി ജീവനക്കാർക്കും വീഴ്ചയുണ്ടായി. അതിൻ്റെ സാഹചര്യത്തിൽ കേന്ദ്ര സുരക്ഷാ സംവിധാനങ്ങളടക്കം ഏർപ്പെടുത്തേണ്ട സാധ്യത പരിശോധിക്കണം. കൂടാതെ ഇത്തരത്തിൽ ചട്ടലംഘനം നടത്തിയവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേലിനും അതിനോടൊപ്പം തന്നെ കന്റോൺമെന്റ് CAയ്ക്കുമാണ് BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ പരാതി നൽകിയത്. വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്.